ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് പാൻ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ ബൗളിലൊരു 3/4 പാത്രത്തോളം ഗോതമ്പ് പൊടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി നന്നായിട്ട് ചൂടാവണ വരെ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഗോതമ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ തേങ്ങ ചിരവിയത് എല്ലാ വശത്തേക്കും ആക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം തേങ്ങ ചിരവിയത് എല്ലാ വശത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് ബാലൻസ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. പഴം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ അരച്ച പേസ്റ്റ് നമ്മുടെ പൊടിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പഴത്തിൻ്റെ പേസ്റ്റ് ഇല്ലാണ്ട് തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഗോതമ്പ് പൊടിയിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. പഴവും ഗോതമ്പ് പൊടി തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ആ ബൗളിലൊരു 3/4 ബൗളോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ പൊടിയുടെ അനുസരിച്ച് വേണം ശർക്കരപ്പാനി ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ചേർത്തായിരുന്നു, അപ്പോൾ അതിൽ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ 1 സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നെയ്യാണ്. നെയ്യ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന്
വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഒരു കേക്ക് മോൾഡ് എടുക്കുക, അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ആവശ്യത്തിന് നെയ്യ് തൂവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗോതമ്പ് പൊടിയുടെയും പഴത്തിൻ്റെയും കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കരുത്, ചൂടോടുകൂടി തന്നെ വേണം ഇതിലേക്ക് വയ്ക്കാനായിട്ട്, എന്നാലാണ് ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ പഴത്തിൻ്റെയൊക്കെ കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരേ ലെവലിൽ പ്രസ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ചെറുതായിട്ട് ഹാർഡായിട്ട് തോന്നും. അപ്പം നമുക്ക് അതിനായിട്ട് കുറച്ച് നെയ്യ് മുകളിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കാഷ്നട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്നട്ട് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിലേക്ക് ഈ കാഷ്നട്ട് ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് കൂടി വീണ്ടും ഇതുപോലെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴായിരിക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇത് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ബനാന കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഈ മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഓരോ പീസും നമുക്ക് ആവശ്യമുള്ള ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറാണ് എടുത്തേക്കുന്നത്.
നമുക്കിത് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബനാന വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് കൂടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് തന്നെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കമൻസൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.